ഹായ് ഗൈസ്, ഞങ്ങളിന്ന് ഞങ്ങളുടെ വ്ലോഗ് ഇന്ന് നയാഗ്ര ഫാൾസിലാണ്. അപ്പോൾ ഞങ്ങളിന്ന് ലണ്ടനിൽ നിന്ന് നയാഗ്ര ഫാൾസ് വരെ ഒന്ന് വന്നേക്കാം. ഇവിടെ എത്തി ഞങ്ങൾ പാർക്ക് ചെയ്തൊന്ന് സെറ്റിൽ ആയുള്ളൂ. ഫാൾസിന്റെ അടുത്ത് തന്നെ ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടി. ഇനിയിപ്പോൾ ഫാൾസിലേക്ക് നടക്കാൻ പോവാ. അപ്പോൾ ഇന്ന് നയാഗ്ര ഫാൾസ് എന്താണെന്ന് കാണാം, ഇതിന്റെ ചുറ്റുപാട് എന്തൊക്കെയുള്ളതെന്ന് കാണാം. ഞങ്ങളിവിടെ കുറച്ച് ട്രയൽസ് എക്സ്പ്ലോർ ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ പരിപാടികൾ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കി വീഡിയോ കാണാം. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു സ്കൈലോൺ ടവർ എന്ന് പറഞ്ഞ ടവറിന്റെ ഫ്രണ്ടിലാണ്. ഇത് ഏകദേശം ഒരു 775 അടി പൊക്കമുണ്ട്. ബേസിക്കലി ഇത് നയാഗ്ര ഫാൾസിന്റെ കാനഡ, അമേരിക്ക ഫുൾ ഒരു ഒബ്സർവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടവറാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അകത്ത് കയറാനുള്ള അഡൽസിന് കയറാൻ $22, പിള്ളേർക്ക് കയറാൻ $11. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കുറെ ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പൊ ജയന്റ് വീൽ ഉണ്ട്, ഗോ കാർട്ടിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് രണ്ടാണ് ഇവിടുത്തെ മെയിൻ 2 അട്രാക്ഷൻ. പിന്നെ കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഇൻഡോർ സ്കൈ ഡൈവിങ് പരിപാടികളുണ്ട്. അങ്ങനെ നമുക്ക് എന്റർടൈൻമെന്റ് ആണെങ്കിൽ കാശ് മുടക്കാൻ കയ്യിൽ കാശുണ്ടെങ്കിൽ കുറെ പരിപാടികളുണ്ട് ഇവിടെ. അടുക്കവർക്ക് കിട്ടിയ എന്നെ എടുത്തോ. ഗൈസ്, ഇവിടെ ഫാൾസിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുറെ പരിപാടികളുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, സിപ്ലൈൻ പരിപാടികളുണ്ട്. അവിടെ നിന്ന് സിപ്ലൈൻ പരിപാടികളുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ബോട്ട് എടുത്ത് ഫാൾസ് എക്സ്പ്ലോർ ചെയ്യാം. ആ ചുമന്ന കളറുള്ള കോട്ടിട്ട് ബോട്ടിൽ കയറണവരെല്ലാം കാനഡ ബോർഡറിൽ നിന്ന് കയറണവരും, അപ്പുറത്തെ ബോട്ടിൽ നീല കളറ് കോട്ടിട്ട ആൾക്കാർ പോണതാണ്. അവരെല്ലാം അമേരിക്കൻ ബോർഡറിൽ നിന്ന് ബോട്ടിൽ കയറണവര്. അങ്ങനെ ഫൺ ആക്ടിവിറ്റികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഒരു വീക്കെൻഡ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നയാഗ്ര ഫാൾസ്. ഞങ്ങളൊരു വീക്കെൻഡിലാണ് വന്നത്. അപ്പൊ വീക്കെൻഡ് ആയതുകൊണ്ടും സമ്മർ ആയതുകൊണ്ടും നല്ല തിരക്കുള്ള ദിവസമാണ്. കുറെ ആൾക്കാരുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീക്ക് ഡേയിൽ വന്നായിരുന്നു. അന്നൊന്നും ഇവിടെ ഇത്രയും ആൾക്കാരോ തിരക്കോ ഉണ്ടായിരുന്നില്ല. ഒരു വീക്ക് ഡേയിലാണ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ടും സമാധാനമായിട്ടും സ്ഥലം കണ്ടങ്ങ് പോവാം. പിന്നെ നാട്ടില് പെരുന്നാളിന് പോയ പോലത്തെ ഒരു വൈബാ. ഇവിടെ കാനഡയിൽ അങ്ങനത്തെ സ്ഥലങ്ങൾ ഭയങ്കര കുറവാണ്. നമുക്കിപ്പോ ഈ കുറെ കടകള്, കുറെ ആൾക്കാര്, കുറെ ഐസ്ക്രീം കടകള്, തുണിക്കടകള്, കുറെ ആക്ടിവിറ്റികള്,
അപ്പൊ ഒരു മൊത്തത്തിലൊരു പെരുന്നാൾ ഫീലാ. വീക്കെൻഡിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വൈബ് അടിച്ച് അങ്ങ് പോവാം. ചപ്പിപ്പോയി, അതിന് കാശ് കൊടുത്താലേ തുറക്കുള്ളൂ. ഒരുപാട് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്, ഒരുപാട് ആൾക്കാരുടെ ഞാൻ പറയാനുള്ള എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു നയാഗ്ര ഫോൾസ് ആണ് വേൾഡിലെ മോസ്റ്റ് വൈഡസ്റ്റ് വാട്ടർഫാൾ എന്നുള്ളത്. പക്ഷെ വൈഡസ്റ്റോ ടോളസ്റ്റോ ആയിട്ടുള്ള വാട്ടർഫാളുകളിൽ ഏറ്റവും വലുത് നയാഗ്ര ഫോൾസ് അല്ല. പക്ഷെ നോർത്ത് അമേരിക്കയിലെ മോസ്റ്റ് പവർഫുൾ വാട്ടർഫാൾ എന്ന് പറയാം. അതായത് വാട്ടർ ഫ്ലോ റേറ്റിൽ നോർത്ത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വാട്ടർ ഫ്ലോ ഉള്ളൊരു ഫോളാണ് നയാഗ്ര ഫോൾസ്. അത് 3 ഫോൾസ് കമ്പൈൻ ചെയ്യണത് ഈ ഒരൊറ്റ നയാഗ്ര ഫോൾസ് എന്ന് പറയണം. അതിൻ്റെ അപ്പുറത്തെ സൈഡ് അമേരിക്കയും ഇപ്പുറത്തെ സൈഡ് കാനഡയും. അവിടെ ഒരു ബ്രിഡ്ജ് കണ്ടോ? ആ ബ്രിഡ്ജാണ് അമേരിക്ക കാനഡ ലിങ്ക് ഓഫ് ദ ലിങ്ക് ബ്രിഡ്ജ്. നമ്മള് നയാഗ്ര ഫോൾസിന്റെ അടുത്തുള്ള ഒരു ട്രെയിലിലാണ് വന്നേണ്. ഇതിന് വേൾപൂൾ ട്രെയിൽ എന്നാ പറഞ്ഞാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളിയാണ് പറഞ്ഞ ഈ ട്രെയിൽ കാണാൻ നല്ല ഭംഗിയാ, നമ്മൾ നടന്ന എന്തോ ഒരു വെള്ളത്തിന്റെ അടുത്തേക്ക് എത്തും. കറക്റ്റ് എന്താ സംഭവം എന്ന് എനിക്കും അറിയില്ല. പിന്നെ ഞാനിവിടെ 2 പേരെ കണ്ടു, ഇവിടെ ഫിഷിങ്ങിന് വന്നതാണ് 2 പേരെ കണ്ടു. അവരോട് ചോദിച്ചു ഇത് എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ അവരും പറഞ്ഞത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ട്രയലാ, ചെറിയൊരു ട്രയലാ, 15-20 മിനിറ്റ് എക്സ്പ്ലോർ ചെയ്യാനുള്ളൂ. നമ്മൾ 1 മണിക്കൂർ പാർക്ക് ചെയ്യാൻ ഒരു ടിക്കറ്റും എടുത്ത് ട്രയലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാ. ഇതെന്ത് നേരെ ഇരിക്കാത്ത എനിക്ക് ഓർമ്മ വന്നത് മലയാറ്റൂര് പോയ പോലത്തെ ഒരു ഫീലാണ്. കൊള്ളാം, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ആരിയിലൊക്കെ നയാഗ്ര വരാണെങ്കിൽ ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യണ ഒരു സ്ഥലം. വേൾപൂൾ ട്രയൽ 1 മണിക്കൂർ പാർക്ക് ചെയ്യാൻ ഒരു $8 ചിലവേ ഉള്ളൂ. പക്ഷേ എന്താ പറയുക, നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഈ ട്രയൽ എക്സ്പ്ലോർ ചെയ്യാനൊരു 40 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. അപ്പോൾ 1 മണിക്കൂർ പാർക്ക് ചെയ്ത് നമുക്ക് തിരിച്ചിറങ്ങാനുള്ള സമയമുണ്ട്. ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ട്രയലിൽ.
ഗൈസ് ഇവിടെ വീഡിയോയിൽ കറക്റ്റ് അത്ര എവിഡൻ്റ് ആയിട്ട് മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ വെള്ളം മൊത്തത്തിലൊരു ചുഴി പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ ആ ഭാഗത്തൊക്കെയാണ് എനിക്ക് കൂടുതലും തോന്നണത്, ആ ഒരു ഏരിയയിൽ. അതിൻ്റെ അറ്റത്തേക്ക് പോകുന്നതോറും നമുക്ക് കുറച്ചും കൂടിയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ പരിപാടി. വെള്ളമൊക്കെ ഭയങ്കര ഒരു ക്ലിയർ വെള്ളം, അങ്ങനെ ഒരു ചെളി പിടിച്ചൊരു സെറ്റപ്പല്ല, ഒരു ക്ലിയർ വാട്ടറാണ്. ആൾക്കാർ ഫിഷ് ചെയ്യാൻ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് വ്ളോഗ് ചെയ്യുന്നുണ്ട്, ചുമ്മാ ട്രക്ക് ചെയ്ത് എൻജോയ്മെൻറ്റ് വന്നവരും ഉണ്ട്. അപ്പം നയാഗ്ര നിങ്ങൾ എപ്പോഴെങ്കിലും വരാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണേ. ചെറിയൊരു പരിപാടിയാണ്, ഒരു 15-20 മിനിറ്റ് പരിപാടിയാണ്, പക്ഷെ വെർത്താണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഫോൾസിൽ വന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. വലിയ തിരക്കൊന്നുമില്ല, നല്ല സമാധാനമുള്ളൊരു സ്ഥലമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഫിഷ് ചെയ്യണവർക്കൊരു അടിപൊളി സ്പോട്ടായിരിക്കും. ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫിഷ് ചെയ്യണവരുണ്ട്. നയാഗ്ര വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യണ ഒരു സ്ഥലമായിരിക്കും. ആൾക്കാർ ഫിഷ് ചെയ്യണുണ്ട്, പിള്ളേരെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വഴി വരുമ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രക്കിങ്ങും പരിപാടികളായിട്ട് പോയി കഴിഞ്ഞപ്പോൾ വീഡിയോ ഭയങ്കര ഷേക്കാവലായിരുന്നു, ഇങ്ങനെ നടന്നെടുക്കണോണ്ട്. പിന്നെ ഓഡിയോയും തീരെ ക്ലാരിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ തവണ ഒരു ഗിംബൽ വാങ്ങി, ഒരു മൈക്കും വാങ്ങി. രണ്ടും ഭയങ്കര യൂസ്ഫുൾ ആണ് വീഡിയോ എടുക്കാൻ. വേൾപൂൾ ട്രയലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ബാസ് പ്രോ ഷോപ്സ് എന്ന് പറഞ്ഞൊരു കടയിലേക്കാണ്. അത് ബേസിക്കലി ഹണ്ടിങ്, ഫിഷിങ്, അങ്ങനത്തെ ഹോബികൾക്കെല്ലാം പറ്റിയൊരു കടയാണ്. അതിനുള്ള എല്ലാ ടൂൾസും ഉണ്ട്. ഹണ്ടിങ്, ഫിഷിങ് എന്നുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള എല്ലാ സെറ്റപ്പും ആ കടയിലുണ്ട്. അപ്പോൾ നയാഗ്രയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഹോബീസും ഇഷ്ടങ്ങളിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കടയൊന്ന് വിസിറ്റ് ചെയ്യണത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാനൊന്നും വാങ്ങിയില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കടയിലെ അവരെങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാണെന്നും അവിടെ ഉള്ള ടൂൾസും കാര്യങ്ങളൊക്കെ കാണാൻ കുറച്ച് രസമുള്ള പരിപാടിയാണ്. ഞങ്ങൾ നയാഗ്രയിൽ നിന്ന് ഇറങ്ങി ഹാമിൽട്ടണിലെ വഴിയെ തിരിച്ച് വീട്ടിൽ പോയത്. അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, ഡെവിൾസ് സ്പഞ്ച് ബൗൾ എന്നാണ് അതിനെ പറയണത്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്ന്, ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുള്ള സ്ഥലമാണ്, പക്ഷെ ഇതിനു മുമ്പ് വന്നപ്പോൾ ഇത്രയും ഗ്രീൻ അല്ലായിരുന്നു. ഞങ്ങൾ വന്നത് വേറെ ഏതോ ഒരു സമയത്താണ്.
ഇത്ര ഇലയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അന്ന് ആ വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം അത് വറ്റി കിടക്കുക. ആ ടണലിലൊക്കെ അന്ന് വെള്ളം ഒഴുകണ ടണലായിരുന്നു. ഇപ്പം ഈ തവണ വന്നു കഴിഞ്ഞപ്പോൾ വെള്ളമൊന്നുമില്ലാതെ ഫുൾ വറ്റി കിടക്കണ സെറ്റപ്പാണ്. ഡബിൾ സ്പഞ്ച് ബൗൾ നിങ്ങൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത് വേറൊരു പാർക്കിൻ്റെ അകത്തേക്കാണ് വന്ന് എത്തിക്കണം. ആ പാർക്കിൻ്റെ അകത്തേക്കൂടെ അവൈലബിൾ ആയിട്ടുള്ള ട്രെയിലിൽ കയറിയാൽ ഇവിടെ എത്താൻ പറ്റില്ല. പാർക്കിൻ്റെ അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറക്കാനുള്ള ട്രെയിൽ അടച്ചു വെച്ചേക്കാം. അപ്പോൾ പാർക്കിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി ആ റോട്ടിൽ കൂടെ റൈറ്റ് തിരിഞ്ഞൊരു 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ വേറൊരു സൈഡ് എൻട്രൻസ് കാണാം, വേറൊരു ഓപ്പണിംഗ് കാണാം. ആ ഓപ്പണിങ്ങിൽ കൂടെ കയറി താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷനിൽ വരും. പക്ഷേ ഞാൻ വെള്ളച്ചാട്ടം എവിടെയായിരുന്നു എന്നുള്ളതാണ് കറക്റ്റ് നോക്കണേ. അത് ഇവിടെയല്ല, ഈ ട്രെയിനിൻ്റെ തന്നെ വേറെ ഏതോ സൈഡിലാണ്. അത് കണ്ടുപിടിക്കാനുള്ളൊരു പരിപാടിയില്ല. അന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ടണലിൻ്റെ അകത്ത് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഈ ടണൽ കംപ്ലീറ്റ് അങ്ങ് കാലിയായി, ചുമ്മാ കിടക്കാം. കുറച്ച് ഗ്രാഫിറ്റി പരിപാടികളെല്ലാം ഉണ്ടാകത്ത്. അത് ഈ ആ ട്രെയിനിൽ ഇറങ്ങി നടന്നു വരുമ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു ടണലായത്. വെള്ളം പോകാനാണ് ഇതിൻ്റെ പരിപാടി. ഇതല്ല സ്ഥലം. ഇവിടെ തന്നെ വേറെ ഏതോ സൈഡിലാണ്. അപ്പോൾ അങ്ങനെ കുറേ പാറ. മുകളിൽ നിന്ന് ഒരാളെ ഗൈസ്, ഇതാണ് സ്പോട്ട്. വെള്ളച്ചാട്ടമൊന്നുമില്ല. അന്ന് വന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം താഴേക്ക് വീണോണ്ടിരിക്കുന്നു ആ ഭാഗത്തുനിന്ന്. പക്ഷെ ഇപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ നിന്നു. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. ഇത്രയും ഇലയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടിയും വിസിബിൾ ആയിരുന്നു. കറക്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പായിരുന്നു ഈ ഒരു വെള്ളച്ചാട്ടം. ഞാൻ അന്നത്തെ ഒരു ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാം, അന്നെടുത്തൊരു ഫോട്ടോ. ഇങ്ങോട്ടുള്ള വഴി കണ്ടുപിടിക്കാൻ ഒരു ഇച്ചിരി പാടാണ്. നമ്മൾ നേരത്തെ നിന്നെടുത്തില്ലേ, അവിടെ നിന്ന് സ്റ്റക്കായി പോയായിരുന്നു. അവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു. കാരണം അവിടെ അപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടം വരെ ഉള്ളൂ ആ ഒരു ഭാഗങ്ങളെന്ന് വിചാരിക്കും. ഇങ്ങോട്ടേക്ക് കയറണമെങ്കിൽ ആ ട്രെയിനിൽ കൂടെ നടന്ന് പിന്നെയും കുറച്ചും കൂടി മുകളിലേക്ക് വരണം. നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് താഴെ നിന്ന് കഴിഞ്ഞാൽ മനസ്സിലാവേ ഇല്ല ഇവിടെ ഇത്രയും വലിയൊരു പരിപാടി ഉണ്ടെന്ന്. പക്ഷെ കുറച്ച് കെയർഫുൾ ആയിരിക്കണം, അടുത്തേക്ക് പോകരുത്. ഞാൻ അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഓൺലൈൻ വായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് കല്ലുകൾ ഇടിഞ്ഞു വീഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഒരു പരിധി വിട്ട് അങ്ങോട്ട് പോകാതിരിക്കണായിരിക്കും നല്ലത്. ഗൈസ്, ഇതാണ് ഞാൻ പണ്ട് പോയപ്പോൾ എടുത്ത ഫോട്ടോസ്. അന്ന് ഇവിടെ ഭയങ്കര വ്യത്യാസമായിരുന്നു. ഞാൻ നിങ്ങൾ കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തെന്നുള്ളൂ. നമ്മളിപ്പോൾ ഈ കണ്ട കല്ലുകളില്ലേ, വാട്ടർഫാൾസ് ഇല്ലേ, അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിലുള്ള കല്ലുകൾ പല പല ലെയറും പല പല കളറുകളുമാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാമിൽട്ടൺ ഏരിയ ഒരു സമയം വരെ കടലിൻ്റെ അടിയിലായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഐസ് ഏജ് ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കടലിൻ്റെ അടിയിൽ കിടന്നാണ് പല കല്ലുകൾക്കും പല ലെയർ ഓഫ് കളറുകൾ വന്നത്. ഞാൻ ഗൂഗിളിൽ കണ്ട ഇൻഫർമേഷനാണ്, ചുമ്മാ അങ്ങ് തന്നു എന്നുള്ളൂ. ആവശ്യമുള്ളവരെടുത്ത് വായിച്ചു നോക്കിക്കോ. എൻ്റെ അകത്തൊരു അസാധ്യ ആർട്ട് കണ്ടേ. ഇത് ആരാണോ ചെയ്തു വെച്ചത്? ഈ കല്ലുമ്പോൾ ഒരു ഫേസ് കൊത്തി വെച്ചാണ്. ഇതിനി കല്ല് ഇങ്ങനെ ഇരുന്നിട്ട് ജസ്റ്റ് പടം വരച്ചത്. പക്ഷെ അങ്ങനെ തോന്നുന്നില്ല. ഇത് എവിടെയൊക്കെ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കണ്ണ്, മൂക്ക്, ചുണ്ട്. ആരായാലും അവനൊരു വമ്പൻ ആർട്ടിസ്റ്റാണ്. എന്തിനാണോ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കൊത്തി വെച്ചാണ്. ഇവനൊക്കെ ഇതൊക്കെ വെച്ച് രക്ഷപ്പെട്ടുകൂടെയാണ്.
നമ്മുടെ ട്രിപ്പ് എല്ലാം തീർന്നു. തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കാലത്ത് നയാഗ്ര പോയി. അത് കഴിഞ്ഞ് ഞങ്ങള് മറ്റേ വേൾപൂൾ ട്രയലിൽ പോയി. പിന്നെ അവിടെ നിന്ന് നേരെ ബാസ് പ്രോ ഷോപ്പിൽ പോയി. ഹണ്ടിങ് ഷോപ്പ് പരിപാടികളെല്ലാം കണ്ടു. അവിടെ നിന്ന് ഇറങ്ങി ഹാമിൽട്ടൺ പോയി. ഡെവിൾസ് പഞ്ച് ബൗളിൽ പോയി. മൊത്തത്തില് നല്ലൊരു ട്രിപ്പായിരുന്നു. എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. ഒരു ലോ ബഡ്ജറ്റ് ട്രിപ്പായിരുന്നു സത്യം പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് ഞങ്ങൾക്ക് ഏകദേശം ഒരു $60-70 ചെലവായിട്ടുള്ളൂ. ഈ പാർക്കിംഗ് ടിക്കറ്റ്, പിന്നെ അവിടെ ഇവിടെയൊക്കെ വന്ന ടിക്കറ്റുകളുടെ ചാർജ്, പെട്രോൾ കാശ്, അങ്ങനെ എല്ലാം കൂടി കൂട്ടി അത്ര ചെലവായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും സമയമുള്ളപ്പോൾ നയാഗ്ര വരെ ഒന്ന് പോവാ. നയാഗ്ര പോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മസ്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് മറ്റേ വേൾപൂൾ ട്രയൽ. അത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ പോവാ, ആ സ്ഥലം ഒന്ന് കണ്ട് എൻജോയ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി വേറൊരു വ്ളോഗായിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.